ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുമായിട്ട് തന്നെയാണ്. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇതൊക്കെ അറിയണതാവും, പക്ഷെ നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് നമ്മളിത് ഓർക്കണമെന്നില്ല. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ ടിപ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. ചില സമയത്ത് ഫുഡിന് നമുക്ക് സവാള വളരെ നൈസായിട്ട് തിൻ സ്ലൈസ് ആയിരിക്കും വേണ്ടത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലൊരു പീലർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പീൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ നൈസായിട്ട് തിന്നായിട്ട് ഇതുപോലെ സ്ലൈസായി കിട്ടും. ഇത് നമ്മൾ സാധാരണ കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത്രത്തോളം തിൻ സ്ലൈസായി കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാൻ. പീലർ വെച്ച് ഇങ്ങനെ പീൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തിൻ സ്ലൈസ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നല്ല മൂർച്ചയുള്ള പീലർ എടുത്തിട്ട് വേണം ഇത് ചെയ്യാന്. സെക്കൻഡ് ടിപ്പിലേക്ക് കടക്കാം. ഇത് പലർക്കും അറിയുന്നതാവും. നമ്മളെ മല്ലിയില തണ്ടിൽ നിന്ന് എങ്ങനെ ഇല മാത്രമാക്കി എടുക്കാം എന്ന് നോക്കാം. ഞാനിപ്പോ ഒരു ഫോർക്ക് വെച്ചാണ് കാണിക്കുന്നത്. ഒരു ഫോർക്ക് വെച്ച് നമ്മളിതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്ക് ആ തണ്ടിൽ നിന്ന് ഇല മാത്രമായിട്ട് കിട്ടും. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ വേറൊരു മെത്തേഡും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കൊലാൻഡർ എടുത്തിട്ട് നമ്മൾ ആ ഓരോ തണ്ട് ഇതുപോലെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇലയും തണ്ടും വേറെ ആയിട്ട് കിട്ടും. ഓരോ മല്ലിയിലയുടെയും തണ്ട് ഇതുപോലെ വെച്ച് ജസ്റ്റ് അടിയിൽ കൂടെ ഒന്ന് വലിച്ചാൽ മാത്രം മതി. ഈ ഒരു മെത്തേഡ് ഒരുവിധം എല്ലാവർക്കും അറിയണതാവും. അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ചേന കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൈ ചൊറിയുന്നത്. അങ്ങനെ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചേന കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിലൊന്ന് മുഴുവനായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചൊറിച്ചിലിന്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു എഫക്റ്റീവ് ടിപ്പാണ്. അപ്പൊ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം. നമുക്കറിയാം ഈ കടല, പരിപ്പ് അതുപോലത്തെ ഒക്കെ സാധനങ്ങൾ നമ്മൾ ടിന്നിലേക്ക് ഇട്ടാലും നമുക്ക് ബാക്കി വരാൻ ചാൻസ് ഉണ്ട്. ആ പാക്കറ്റിൽ ബാക്കി വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തണുത്തും അതുപോലെ ആ ഫ്രഷ്നെസ് ഒക്കെ പോവും. അപ്പൊ ഇതുപോലത്തെ പാക്കറ്റ് നമ്മൾ എന്താ ചെയ്യാന്ന് നോക്കാം. ഒരു ഫോയിൽ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഈ പാക്കറ്റിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം അതിന്റെ മുകളിലായിട്ടൊന്ന് ഈ ഫോയിലിന്റെ മുകളിലായിട്ടൊന്ന് ഇങ്ങനെ തേച്ചു കൊടുക്കുക. അയൺ ബോക്സ് ഓവർ ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇത് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു പുതിയ പാക്കറ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഇവിടെ നമുക്ക് അയൺ ബോക്സിന് പകരം ഒരു കത്തി ചൂടാക്കിയിട്ടും ഇതുപോലെ ഒന്ന് ചെയ്താലും കറക്റ്റ് ആയിട്ട് തന്നെ പാക്കറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ കവർ ചെയ്ത് കിട്ടും. ഈ കത്തി ഞാനൊന്ന് സ്റ്റവ് ഓണാക്കി ചൂടാക്കി എടുത്തതാണ്. അത് ഓവർ ചൂടാവരുത്. അതുപോലെ തന്നെ കത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം വേണം ചൂടാക്കിയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാന്. ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു പെൻസിലും ഒരു ചെറിയ പീസ് ഫോയിലും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പെൻസിലിന്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് ഫോയിലൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഈ ഒരു പെൻസിൽ ഉണ്ടല്ലോ, ഇത് നമുക്ക് നമ്മളെ ഫോണിന് ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഫോണിൽ പെന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതും നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ടിപ്പ് തന്നെയാണ്. നമ്മൾ ഫിംഗർ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതുപോലെ പെന്നാക്കിയിട്ട് ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്റെ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഇതുപോലെ ഒരു ഫോയിൽ എടുത്തിട്ട് അതിലേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക. ഇങ്ങനെ വേണം നമ്മളെ ഈ ഒരു ബൗൾ ഫുള്ളായിട്ട് ഫോയിൽ കവർ ചെയ്തിട്ടിരിക്കണം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ
തിളച്ച വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള സിൽവർ ഐറ്റംസ് എന്താ നമ്മളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു 15 മിനിറ്റോളം ഇതൊന്ന് ഇതിൽ ഇങ്ങനെ ഇട്ട് വെക്കണം. എൻ്റെ ഈ സിൽവർ റിങ്ങിന്റെയും മാലിന്റെയും കളർ പറ്റി പോയിരുന്നു. അതായത് ഇപ്പൊ ഈ സിൽവർ ആകുമ്പോൾ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഒരു ഡാർക്ക് കളറായി ഒരു ബ്ലാക്ക് ഒക്കെ കളറായി വരും. ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ സിൽവർ ഐറ്റംസ് ഇട്ട് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കളറൊക്കെ കറക്റ്റ് ആ സിൽവറിന്റെ കളറിൽ തന്നെ വരും. 15 മിനിറ്റ് നമ്മൾ അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമ്മളെ ഒരു സിൽവറിന്റെ കളർ തന്നെ ആയിട്ട് വരും. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന എന്റെ സിൽവർ റിങ്ങും മാലും പുറത്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ നല്ല സിൽവർ കളർ ആയിട്ടുണ്ട്. ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടുമ്പോ ഇതിന്റെ കളറൊക്കെ പോയിരുന്നേ. ഇനി നമുക്ക് ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് കടക്കാം. പൊതുവെ പലർക്കുള്ളതാണ് ഈ പാറ്റയുടെ ശല്യം. ഇപ്പൊ ഇതാ എന്റെ റൂമിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ കോക്രോച്ച് ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി ഞാൻ പറയാൻ പോണേ. ഇതിനു വേണ്ടി നമുക്കൊരു ബൗൾ എടുത്തിട്ട് കുറച്ച് പേസ്റ്റ് ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ലെമൺ മുഴുവനായിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവ മൂന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണിത്. ഇത് മൂന്നും കൂടെ നല്ല പോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. ഇപ്പൊ നമ്മുടെ ഈ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ കുലുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ കൂടുതലായിട്ട് നമ്മളെ വീട്ടിൽ പാറ്റ കാണുന്നത് ആ ഒരു ഏരിയാസിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.